ക്യാൻസർ എന്നൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു 2.5 വർഷം മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ വിശപ്പില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിച്ചു വെച്ചാൽ ഗ്യാസാണെന്ന് വിചാരിച്ച് ഒരു വലിയൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ വയറ് ഭയങ്കര കല്ല് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഗ്യാസ് ഉരുണ്ട് നിൽക്കുകയാണ്, ഈ ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ട്, ഉരുണ്ട് നിൽക്കുകയാണ്, അത് നമുക്ക് മരുന്ന് കഴിച്ചിട്ട് അത് മാറ്റാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം മരുന്ന് കഴിച്ചിട്ടും കഷായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് പോലും എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അപ്പം നേരെ പാലക്കാട് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി. അവിടെ പോയപ്പോൾ അവരാദ്യം പറഞ്ഞു, ഡോക്ടറെ എനിക്ക് തീരെ വിശപ്പില്ല പറഞ്ഞു. അപ്പോൾ അത് നല്ല കാര്യമല്ലേ, നമുക്ക് തടിക്കില്ലല്ലോ, ഭക്ഷണം കൺട്രോൾ ചെയ്യണത് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 1/2 ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയറ് നിറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് വയറ് കണ്ടു. ഉടൻ പറഞ്ഞു കുട്ടിയുടെ ഗർഭപാത്രത്തിൽ വലിയ മുഴയുണ്ട് കേട്ടോ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടെൻഷനായി. അങ്ങനെ ഒരു അൾട്രാസ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇത്തിരി പേടിക്കേണ്ട ഒരു മുഴയാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, CT സ്കാൻ എടുക്കാം. ഇങ്ങനെയായിരുന്നു, ഇത്രയും ഓപ്പൺ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ട ദിവസം CT സ്കാൻ എടുക്കാൻ വേണ്ടി പോയി. അതൊരു വല്ലാത്ത ബിഫോർ ഫുഡ് ആഫ്റ്റർ ഫുഡ് അങ്ങനത്തെ സംഭവം 3 പ്രാവശ്യം മറ്റേ ഞാൻ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരേ ദിവസം. അപ്പോഴേക്കും നമ്മൾ വയ്യാതാവും. ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ശനിയാഴ്ചയാണ് പോണത് കേട്ടോ. ശനിയാഴ്ച ഞങ്ങൾ പോയി റിസൾട്ട് ഞാൻ വാങ്ങിയ ശേഷം അവിടുത്തെ സിസ്റ്ററുടെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ സിസ്റ്ററെ ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ എന്താ വെച്ചാൽ അത് ഡോക്ടർ പറയട്ടോ പറഞ്ഞത് എനിക്ക് ടെൻഷനായി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഞാനും അമ്മയും ഹസ്ബൻഡും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയായിരുന്നു അകത്ത് കയറിയത്. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, അതായത് ഈ ഒരു മുഴ വന്നിട്ട് ഓവറിയിലാണ്, അത് ഇത്തിരി 19 സെൻറ്റിമീറ്റർ വലിപ്പമുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നിൽ വെച്ച് കോയമ്പത്തൂർ KG ഇല്ലെങ്കിൽ തൃശ്ശൂർ അമല ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ലെറ്ററൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലെറ്ററുമായിട്ട് പുറത്ത് കിടക്കുമ്പോൾ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണ്ട, കാരണം ഏതായാലും ഞാൻ മരിക്കും, അപ്പം ഇനി വണ്ടി അടിച്ചിട്ട് ഇനി വികൃതമായിട്ട് കയ്യും കാലും ഒടിഞ്ഞ് മരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയേണ്ട വന്നു. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ടെൻഷനായിരുന്നു.